എനിക്ക് എൻ്റെ കുടുംബം നോക്കണം. എൻ്റെ അച്ഛനും അമ്മേനെ എനിക്ക് പട്ടിണി അടക്കാണ്ട് എനിക്ക് നോക്കണം എന്നുള്ള ഒറ്റ ഗോൾ എനിക്കുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ആകെ ചെയ്യാൻ അറിയാവുന്ന പണി സർജറി ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കാൻ അറിയാം. ഈ മേഖലയിൽ എനിക്ക് ആകെ പരിചയമുള്ളത് ഡോക്ടർ ജോഷാക്കു പെരിയപുറം സാറെയാണ്. അത്ര അധികം അടുത്ത ബന്ധമൊന്നുമില്ല. പക്ഷേ ഒരു പ്രാവശ്യം അദ്ദേഹത്തിന്റെ കൂടെ തിയേറ്ററിനകത്ത് സർജറിക്ക് അദ്ദേഹത്തിന്റെ കൂടെ നിന്നിട്ടുണ്ട്. ആ ഒരു പരിചയത്തിന്റെ പുറത്ത് ഞാൻ അവിടെ നിന്ന് ട്രെയിൻ കയറി പോയതാണ് എറണാകുളത്തോട്ട്. അങ്ങനെ ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ വിവരം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഡോക്ടറെ കാണിച്ചാൽ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്, അപ്പോയിന്റ്മെന്റ് എടുക്കണം. പെർമിഷൻ തന്നില്ല. ഞാൻ കാർ പാർക്കിങ്ങിൽ പോയി നോക്കി. അപ്പോൾ ഞാൻ ബോർഡ് കണ്ടു, ഡോക്ടർ ജോഷാക്കു പെരിയപുറം എന്നുള്ള ബോർഡ് കണ്ടു. താഴത്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് BW നിൽക്കുന്നുണ്ട്. അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ അദ്ദേഹം വൈകുന്നേരത്തെ സർജറിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കാലിലോട്ട് വന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ എന്നെ തിരിച്ചറിഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാര്യങ്ങൾ ജെന്യുവനായിട്ട് പറഞ്ഞു. അദ്ദേഹം എന്നെ ചേർത്തി പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇനി നീ എന്താ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി സ്വന്തമായിട്ടൊരു ബ്രാൻഡ് നെയിം കണ്ടുപിടിക്കും. നിനക്കത് തുടങ്ങാൻ വേണ്ടി നിനക്ക് എന്താണോ ആവശ്യം എന്നോട് പറഞ്ഞാൽ മതി. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു. ഞാൻ അദ്ദേഹം അതിന് വേണ്ട സഹായങ്ങൾ പൈസയ്ക്ക് അദ്ദേഹമാണ് എനിക്ക് തന്നത്. അദ്ദേഹം പറഞ്ഞത്, സജീഷ പൈസയ്ക്ക് വേണ്ടി പണിയെടുക്കരുത് സജീഷ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ പൈസ നമ്മുടെ കൂടെ വന്നു. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ബോധം നിനക്കുണ്ടാവണം എപ്പോഴും. കാരണം ആശുപത്രി കിടക്കയിൽ മരണത്തിനോട് മല്ലിട്ട് കിടക്കുന്ന ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇവിടെ പെടാപ്പാട് വിടുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിലൊരു അംഗം തന്നെയാണ് നീയും എന്നുള്ളൊരു ബോധം നിനക്കുണ്ടാവണം. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യരുത്. ഈ കാര്യങ്ങൾ നീ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഫ്രണ്ട്സ് ഡോക്ടേഴ്സിലേക്ക് തന്നെ റെക്കമെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ എൻ്റെ വാടക വീടിൻ്റെ പുറകിൽ 2 ടാർപ്പായൊക്കെ വലിച്ച് കെട്ടിയിട്ട് 2 മോട്ടറും കുറച്ച് റോ മെറ്റീരിയലൊക്കെ വെച്ചിട്ട് 10 വർഷം മുമ്പ് തുടങ്ങിയ പരിപാടിയാണത്.